Good morning. Today going to talk about effect of environment on health. Health policy and healthcare system എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 9th യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് effect of environmental health. The environment in which we live can considered as having three fundamental set of components: physical, energy one of form of another, chemical, matter, substance whether natural or man-made, biological, living things. Hazards can present themselves various media, air, water. The influence they exert to our health very complex and may be modulated by genetic makeup. അതായത് എൻവയോൺമെൻറ്റ് നമ്മളുടേതായിട്ടുള്ള ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജനറ്റിക് മേക്കപ്പ്, നമ്മുടെ ശരീരപ്രകൃതി, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, പെർസെപ്ഷൻ, റിസ്ക്, അതൊക്കെ നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് എൻവയോൺമെൻറ്റിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിസിക്കലാണ്, അതേപോലെ തന്നെ കെമിക്കൽ, ബയോളജിക്കൽ എന്നാണ് മൂന്നായിട്ട് തരുന്നത്. അപ്പോൾ ഒക്യുപ്പേഷൻ ഹസാർഡ്സ്, അതുപോലെ തന്നെ മറ്റുള്ള ഹസാർഡ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫിസിക്കൽ ഹസാർഡ്സ്, ഓൾദോ they haven't heard about read, we had to deal about the environmental consequence of global warming. നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് എന്താണെന്ന് പറയാം. മാൻ വിൽ പ്രോബബ്ലി അഫക്റ്റഡ് ത്രൂ famine or war long before health population in harmed to serious degree by the temperature change. ഈ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് നമുക്ക് കുറേയധികം ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ ചേഞ്ചാണ്. നമുക്ക് സെമിനാർ ടോപ്പിക്കാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കാം. അത് ടെമ്പറേച്ചർ ചേഞ്ചാണ്. ആ ടെമ്പറേച്ചർ ചേഞ്ച് ക്ലൈമറ്റിൽ വരുന്ന അത് നമ്മുടെ മരണത്തിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് കൺസേണിങ് ഫിസിക്കൽ ഹസാർഡ്സ് ഇൻക്ലൂഡ് ദോസ് റിലേറ്റിംഗ് ടു ഹെൽത്ത് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. പിന്നെ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും അയോണൈസ് റേഡിയേഷനുമാണ്. മെയിനായിട്ട് ഫിസിക്കൽ, അതായത് ഭൗതികമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും അയോണൈസ്ഡ് റേഡിയേഷൻ. ഇഫ് വൺ എക്സ്ക്ലൂഡ്സ് ദ ഒക്യുപ്പേഷണൽ എൻവയോൺമെൻറ്റ് ദ നോയ്സ് ദ ഫിസിക്കൽ ഹസാർഡ്സ് പ്രസൻറ്റ് ഇൻ ദ ന്യൂയിസൻസ് ടു മെനി ഇൻഹാബിറ്റൻസ്. ഇനി മറ്റൊരു കാരണമാണ് നോയ്സ്. ഈ നോയ്സ് നമുക്ക് ഒരിക്കലും കോൺട്രിബ്യൂട്ട് ടു ഡെഫനസ് ബട്ട് നോട്ട് ഏബിൾ ടു എക്സംഷൻസ് ഓഫ് ദ നോയ്സി ഡിസ്കോതെക്യൂസ് ഓർ പേഴ്സണൽ സ്റ്റീരിയോസ്. നമുക്ക് നോയ്സ് ഒരു ഡെഫനസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഡെഫനസ് ഒന്നും ഉണ്ടാവണില്ല എന്നുണ്ടെങ്കിലും അത് നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഡിസ്കോതെക്യൂസ്, നമുക്ക് മെൻ്റലായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. മാഗ്നറ്റിക് റേഡിയേഷനാണ് മെയിനായിട്ട് വരുന്ന ഒരു ഫിസിക്കൽ പ്രോബ്ലം. ദെൻ റേഞ്ചസ് ഫ്രം ലോ ഫ്രീക്വൻസി റിലേറ്റീവ്ലി ലോ എനർജി റേഡിയേഷൻ. ആ റേഡിയേഷൻ്റെ എനർജി കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് ഹാംഫുള്ളായിട്ട് ഭവിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ അൾട്രാ വയലറ്റ് രശ്മികളുമായിട്ട് എപ്പോഴും നമുക്ക് ഒറ്റ ഒരു റേഡിയോ ആക്റ്റീവിൻ്റെ ഒരു റേസ് കൊണ്ട് നമുക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. ആ റേസിൽ അന്തരീക്ഷത്തിലെ ചില കെമിക്കൽസൊക്കെ ചേർന്ന് മറ്റൊരു റേയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേസ്, അതൊക്കെ നമ്മുടെ റേഡിയോ ആക്റ്റീവ് എനർജീസ് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ്, ബീറ്റ റേസ്, ഇൻട്രാവർക്കുലർ അയോണൈസേഷൻ, അത് അങ്ങനെ ഇൻട്രാ സെല്ലുലാർ അയോണൈസേഷനെ നമ്മൾ പറയുന്നതാണ് അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പോഷർ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ക്യാരിയസ് ഇൻക്രീസ് റിസ്ക് ഓഫ് സ്കിൻ ക്യാൻസർ സച്ച് ആസ് മെലനോമ പോലെയുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ റിസ്ക് കൂടുമ്പോൾ അത് നമുക്ക് മെലനോമ പോലെയുള്ള സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കാറ്ററാക്റ്റ്, തിമിരം പോലെയുള്ള അസുഖങ്ങൾ. സം പൊല്യൂട്ടൻസ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആൻഡ് റെഫ്രിജറൻറ്റ്, എയറോസ്പെൽ പ്രൊപ്പല്ലറ്റ്, അതിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ നമുക്ക് ഓസോൺ ലെയറിൻ്റെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അത് UV ലൈറ്റുകൾ ഭൂമിയിലേക്ക് എത്താനായിട്ട് കാരണമാകുന്നു. അത് നമുക്ക് ഹാംഫുള്ളായിട്ട് വരികയാണ് ചെയ്യുന്നത്. റേഡിയോ ആക്ടിവിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് exposure depend risk of some cancers and notably leukemia. റേഡിയോ ആക്ടിവിറ്റി വേവ്സ് അത് നമുക്ക് ബ്ലഡ് ക്യാൻസേഴ്സ്, ലുക്കീമിയ ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു. കോൺട്രറി പോപ്പുലർ ആൻഡ് ബിലീഫ് ദെൻ റേഡിയേഷൻ വിൽ ആവറേജ് പേഴ്സൺ എക്സ്പോസ്ഡ് ടു നാച്ചുറൽ ഒറിജിൻ. പിന്നെ അത് ഒരു ആവറേജ് പേഴ്സണെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് സാധാരണ അത് വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല, എന്നാലും അത് റാഡോൺ ഗ്യാസസ് റൈസ് ചെയ്യുന്നു. നമുക്ക് പലതരത്തിലുള്ള ക്യാൻസേഴ്സൊക്കെ ഉണ്ടാവാനായിട്ട് കാരണം. അതായത് ഈ ഭൂമിക്കടിയിൽ പാറകളുടെ ഇരുവശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അയോണൈസിങ് റേഡിയേഷൻ, ന്യൂക്ലിയർ ഇൻഡസ്ട്രി ഫ്രം ഫാൾ ഔട്ട് ദ ഡിറ്റോനേഷൻസ് കോൺട്രിബ്യൂട്ട് ലെസ് ദാൻ 1% ആവറേജ് ഇൻഹാബിറ്റൻസി. അതായത് ഈ അയോണൈസിങ് റേഡിയേഷൻസ് നമുക്ക് പല തരത്തിലുള്ള പല ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന അതുകൊണ്ടുണ്ടാവുന്ന റേഡിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പല രീതിയിൽ, അതൊക്കെ ചെറിയ രീതിയിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ.
non-ionizing electromagnetic fields focus attention. The science evidence adverse human effect in general environment. അത് നമ്മുടെ ഹ്യൂമൻ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് നമുക്ക് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.